ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൈനികപരമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ്. അത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ 10 രാജ്യങ്ങൾ സൈനിക ചിലവുകൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സൈന്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ആദ്യത്തെ 10 രാജ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക്. അപ്പോൾ അതിലെ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യ എത്രമാത്രമാണ് നമ്മുടെ സൈനിക ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ ഡിഫൻസ് ബജറ്റ് എന്നൊക്കെ പറയും, മിലിറ്ററി ബജറ്റ് എന്നോ ഡിഫൻസ് ബജറ്റ് എന്നൊക്കെ പറയും. ഓരോ രാജ്യങ്ങളും അവരുടെ സൈന്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ടോട്ടൽ ഡിഫൻസിന് വേണ്ടി അവർ ചിലവഴിക്കുന്ന ആ ഒരു തുക എത്രയാണ്, അല്ലെങ്കിൽ അവരുടെ ഡിഫൻസ് ബജറ്റ് എത്രയാണ് എന്നുള്ള അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയുടെ ടോപ്പിക്. അതിൽ ആദ്യത്തെ 10 രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, വിത്തൗട്ട് എനി ഡൗട്ട്, ഇല്ലേ, സംശയ ലേശമന്യേ നമുക്ക് പറയാം, ആദ്യത്തെ രാജ്യം എന്തുവരും തീർച്ചയായിട്ടും അമേരിക്ക തന്നെ ആയിരിക്കും. രണ്ടാമത്തെ രാജ്യം പലർക്കും ഒരുപക്ഷെ ചൈനയാണോ റഷ്യയാണോ എന്നുള്ള സംശയം വരും. നേരത്തെയൊക്കെ റഷ്യയായിരുന്നു, പക്ഷേ റഷ്യയൊക്കെ ഇപ്പോൾ മറികടന്നുകൊണ്ട് ചൈനയാണ് ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും സൈനികപരമായിട്ടുള്ള ചിലവ് ഉള്ള, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ, മിലിറ്ററി എക്സ്പെൻഡിച്ചേഴ്സ്, മിലിറ്ററി ഡിഫൻസ് ബജറ്റ് ഉള്ള രണ്ടാമത്തെ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. 2025 കാര്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചൈന കഴിഞ്ഞ് റഷ്യ, റഷ്യ കഴിഞ്ഞ് 4ാം സ്ഥാനത്താണ് ഇന്ത്യ. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു എന്താണ് പറയുന്നത്. പക്ഷേ അമേരിക്കയായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി പുറകിലാണെങ്കിൽ തന്നെ, ഈവൻ ചൈന 2ാം സ്ഥാനത്താണെങ്കിൽ തന്നെയും അമേരിക്കയുടെ ഡിഫൻസ് ബജറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ പകുതിയോളം വരുന്നുണ്ടോ നമുക്ക് പരിശോധിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് പീസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഈ പറഞ്ഞ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഏകദേശം ടോട്ടൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ 2024 ടോട്ടൽ മിലിറ്ററി എക്സ്പെൻഡിച്ചറിൻ്റെ ഏതാണ്ട് 0.52% മാത്രമേ പീസിന് വേണ്ടി, പീസ് അതായത് സമാധാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പീസ് കീപ്പിംഗ് എഫേർട്ട്, അതിനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകളല്ല, എന്നാലും ഏകദേശം അവരുടെ ചില എന്താണ് പറയുന്നത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അവർ ഫിഗർ ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു എന്താണ് പറയുന്നത് പെർസെൻറ്റേജാണ്. 0.52% ടോട്ടൽ മിലിറ്ററി എക്സ്പെൻഡിച്ചറിൻ്റെ 2024 എല്ലാ രാജ്യങ്ങളെയും ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു 1% താഴെ വരുന്ന 0.5% മാത്രമേ സമാധാനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. അത് കഴിഞ്ഞ ദശാബ്ദങ്ങളിലൊക്കെ 0.83% ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇപ്പോൾ ഒത്തിരി താഴ്ന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്ത് സമാധാനത്തിനേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കുന്നത് യുദ്ധത്തിനും അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങൾക്കും സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഗ്ലോബൽ മിലിറ്ററി സ്പെൻഡിങ് 2024 ഏകദേശം $2.7 ട്രില്യൺ മൊത്തം രാജ്യങ്ങളുടെ, ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം കണക്കിലെടുക്കും. അമേരിക്ക മുതൽ റഷ്യ, ചൈന, ഇന്ത്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ, ഇതുപോലുള്ള രാജ്യങ്ങൾ, ഇസ്രായേൽ ഒക്കെ തന്നെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും കൂടെ മിലിറ്ററി ബജറ്റ് അല്ലെങ്കിൽ മിലിറ്ററി സ്പെൻഡിങ് 2024 $2.7 ട്രില്യൺ ആയിട്ടുണ്ട്. അത് റെക്കോർഡ് ഫിഗറാണ്. നമുക്കറിയുന്നത് ലോകത്തെല്ലാം വളരെ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളും യുദ്ധവും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി കോൺഫ്ലിക്റ്റ് സോൺസ് ഉണ്ട്, ഫ്ലാഷ് പോയിന്റ്സ് ഉണ്ട്. പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്നില്ലെങ്കിൽ തന്നെ ഏത് സമയം യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് പല റീജിയനിലും. ഇപ്പം മിഡിൽ ഈസ്റ്റ് നമുക്കറിയാം. മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ഏതെങ്കിലും ഒരു രാജ്യത്ത് വിഷയമുണ്ട്. ഇപ്പം സിറിയയിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിന് ചുറ്റുമുള്ള ഒത്തിരി രാജ്യങ്ങൾ തീർച്ചയായിട്ടും അവർ സൈനികമായിട്ട് എപ്പോഴും തീർച്ചയായിട്ടും പ്രിപ്പയർഡ്നെസ് ഉണ്ടാകും. അവരുടെ മിലിറ്ററി ബജറ്റൊക്കെ കൂട്ടുവാനുള്ള സാധ്യതയൊക്കെ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണാൻ പറ്റും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സുഖകരമായിട്ടുള്ള ബന്ധമില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ ഇല്ല. ഇറാൻ, ഇസ്രായേൽ, സൗദി, മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് യമൻ, അപ്പം ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ റീജിയനിലൊക്കെ തന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഈ രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല, യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും മിലിറ്ററി എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ ബജറ്റൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലോകത്തിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ മിലിറ്ററി സ്പെൻഡിങ് കൂട്ടിയിട്ടുണ്ട്, മിലിറ്ററി എക്സ്പെൻഡിച്ചേഴ്സ് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പെർ ക്യാപിറ്റ സ്പെൻഡിങ് ഓൺ മിലിറ്ററി, അതുപോലെ ഇന്റേണൽ സെക്യൂരിറ്റി ബൈ റീജിയൻ, അപ്പോൾ ഇതൊക്കെ തന്നെ ഒത്തിരി വർധന ഇതിനകത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ യുദ്ധം ഉണ്ടാക്കുന്ന ആൾക്കാർ ലോകത്ത് ഈ പറഞ്ഞ ആയുധം വിൽക്കുന്ന വമ്പൻ കോർപ്പറേഷൻസ്, അവരെ നിയന്ത്രിക്കുന്ന അതിന് മുകളിലുള്ള അല്ലെങ്കിൽ അവരുമായിട്ട് പിന്നെ എന്താണ് പറയുന്നത്, ഈ ക്രോണി എന്താ പറയുക പങ്കാളിത്തമുള്ള ഗവൺമെന്റും അല്ലെങ്കിൽ ഭരണാധികാരികളും ഭരണകൂടങ്ങളും ഒക്കെ തന്നെ യുദ്ധം ഉണ്ടാക്കുക, ആ യുദ്ധത്തിൽ നിന്ന് പരമാവധി ലാഭം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു എന്താണ് പറയുന്നത് ബന്ധം വഷളാകുന്ന രീതിയിലുള്ള അവസ്ഥകളിലേക്ക് കൊണ്ടെത്തിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങളും കൂടുതൽ പണം മിലിറ്ററിക്ക് വേണ്ടി ആയുധങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി അവർ ചിലവഴിക്കും. അതങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണുവാനും സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ മനസ്സിലായല്ലോ ഏത് സമയത്തും യുദ്ധം അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായും രണ്ട് രാജ്യങ്ങളും പരസ്പരം വിശ്വാസം ഇല്ലായ്മയിൽ നിലനിൽക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും തീർച്ചയായിട്ടും കൂടുതൽ ആയുധങ്ങൾക്ക് വേണ്ടി ഇപ്പം ചൈനയെ സംബന്ധിച്ച് ഇന്ത്യ മാത്രമല്ല അവരുടെ എന്താണ് പറയുന്നത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങളും അവർക്കൊരു വിഷയമാണ്. ലോകത്തിലെ രണ്ടാമത്തെ സമ്പദ് സാമ്പത്തികമായിട്ടുള്ള എന്താ പറയുന്നത് സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം, അടുത്ത സൂപ്പർ പവർ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമൊക്കെയാണ്. തീർച്ചയായിട്ടും അവരുടെ ഡിഫൻസ് ബജറ്റ് കൂടിയില്ലെങ്കിൽ അതിശയമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് യുദ്ധസമാനമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് സോൺസ് അല്ലെങ്കിൽ ഫ്ലാഷ് പോയിന്റ്സ് ഹോട്ട്സ്പോട്ട് ഒക്കെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് വൻകിട ആയുധ കമ്പനികളെ സംബന്ധിച്ചും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരോട് പങ്കാളിത്തമുള്ള ഭരണകൂടങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ യൂറോപ്പിലെ റഷ്യ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവരെ സംബന്ധിച്ച് യുദ്ധങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളത് ഈ പറഞ്ഞ വൻകിട ആയുധ വ്യാപാരികളെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സുകൾ നിലനിർത്താനും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായതിനു ശേഷം പറഞ്ഞ യൂറോപ്പിലെ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ ഉള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ മിലിറ്ററി സ്പെൻഡിങ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മിലിറ്ററി സ്പെൻഡിങ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ വെൽത്ത് എല്ലാം ആയുധ വ്യാപാര കമ്പനികളുടെ പോക്കറ്റിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബന്ധം വഷളാവുകയോ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവുകയോ യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അല്ലെ തന്നെ പീസ്ഫുള്ളായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും അമിതമായിട്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. കാരണം ഏത് സമയത്താണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇരു രാജ്യങ്ങൾക്കും. പിന്നെ രാജ്യങ്ങൾക്ക് ഭരണകൂടങ്ങൾക്ക് ഒരു പക്ഷേ പ്രശ്നമില്ലായിരിക്കും, പക്ഷേ ജനങ്ങൾക്ക് പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളും വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക എന്ന് പറയുമ്പോൾ ഇപ്പം ഇന്ത്യയെ പോലെ ആയുധം 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം പാകിസ്ഥാൻ പോലെ തന്നെ അവരുടെ നല്ലൊരു ശതമാനം ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതായതുകൊണ്ട് പുറത്തുള്ള രാജ്യങ്ങളുടെ പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആയുധം വാങ്ങിക്കുന്നത് ചൈനയിൽ നിന്നും ടർക്കിയിൽ നിന്നൊക്കെ തന്നെയാണ്, അമേരിക്കയിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്ത് ഒഴുകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചും ഇസ്രായേൽ, റഷ്യ, ഫ്രാൻസ്, അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ആയുധം വാങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ആയുധം നമ്മുടെ മിലിറ്ററി സ്പെൻഡിങ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് പേയേഴ്സിൻ്റെ പണം ആയുധ ഈ മിലിറ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആയുധങ്ങൾ കൂടുതൽ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഈ പണം മൊത്തം പുറത്തുള്ള രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ പുറത്തുള്ള ആയുധ വ്യാപാര കമ്പനികളിലേക്കുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തുകളെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധമോ അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉദ്ദേശവുമാണ്, ലക്ഷ്യവുമാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മിലിറ്ററി സ്പെൻഡിങ് ലോകം മൊത്തമുള്ള രാജ്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇത് നമുക്ക് ഏകദേശം 84 രാജ്യങ്ങൾ ഓളം അവരുടെ മിലിറ്ററി സ്പെൻഡിങ് കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഇത് നമുക്കറിയാം എന്തുകൊണ്ട് അവർ കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ വളരെ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് സോണിലോ അല്ലെങ്കിൽ റീജിയനിലോ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി അതിൽ 10 രാജ്യങ്ങൾ നമുക്കറിയാം. അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അമേരിക്ക 949.21 ബില്യൺ ഡോളറാണ് അവർ മിലിറ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത്. എന്നുവെച്ചാൽ എല്ലാ രാജ്യങ്ങളുടെയും ഏറ്റവും ടോപ്പിൽ അവരാണ്. 2024 വരെയുള്ള കണക്കാണ് ശരിക്കും പറഞ്ഞത്. 24-25 അല്ലെങ്കിൽ 24 കണക്ക് നമുക്ക് ഈ റിപ്പോർട്ട് അനുസരിച്ച്. രണ്ടാമത് ചൈനയാണ്. ചൈന പക്ഷേ അതിൻ്റെ